തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നും എപ്പോഴും എല്ലാവർക്കും പണി തന്നെ പണി. ഒന്ന് കഴിയുമ്പോൾ അടുത്തത്. ഇത്തവണ പണി കിട്ടിയത് LDF-നാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ പിന്തുണച്ച് LDF മേയർ MK വർഗീസ്. ജിമാരുടെ പേര് കേൾക്കുമ്പോഴത്തേക്കും ചിരിക്കണ കുറെ ടീംസ് ഇല്ലേ ഇവിടെ. അവരൊക്കെ ശ്രദ്ധയോടെ ഒരു കാര്യം കേട്ടോളൂ കേട്ടാ. ഞങ്ങളുടെ സുരേഷ് ഗോപിജിനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പൊ പലർക്കും 100 നാവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വേറെ ഏതെങ്കിലും ജി ആയിരിക്കും ഈ ജീനെ പൊക്കി പറഞ്ഞതെന്ന്. നെഹി, തൃശ്ശൂരിലെ LDF മേയറാണ് കക്ഷി. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? തൃശ്ശൂർ MP ആയിരിക്കാൻ എന്തുകൊണ്ടും ഫിറ്റ് ആയിരിക്കുന്ന ആള് സുരേഷ് ഗോപിജി തന്നെ. വാട്ട് ഈസ് ദിസ്? തൃശ്ശൂരിലെ LDF പിന്തുണച്ച മേയർ തന്നെ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ? കാര്യം സുരേഷ് ഗോപിജിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും പുള്ളി അങ്ങനെ പറഞ്ഞത്. എന്നാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ആ നല്ല കാര്യങ്ങളൊക്കെ പറയണത് ശരിയാണോ? ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു രീതി. എന്നിട്ട് എന്താ വർഗീസ് ചേട്ടൻ അത് ചെയ്യാഞ്ഞത്? MP ആവുക എന്ന് പറഞ്ഞത് ആർക്കും പറ്റുന്നൊരു സംഭവമല്ല. അതിന് കുറേ ക്വാളിറ്റികളുണ്ടാവണം. ജനം മനസ്സിനകത്ത് ഇറങ്ങിച്ചെല്ലണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, ജനങ്ങളുടെ കൂടെ നിൽക്കണം, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയുള്ളവരാണല്ലോ സ്വതവേ നമ്മൾ സെലക്ട് ചെയ്ത് വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് ആളതിന് ഫിറ്റാണ്. ഈ വർഗീസ് ഏട്ടൻ്റെ ഒരു കാര്യം, സുരേഷ് ഗോപിജിനെ കുറിച്ച് എത്രയൊക്കെ പൊക്കി പറഞ്ഞിട്ടും മതിയാവണില്ലാന്നേ. ഒരു MP എന്ന് പറഞ്ഞാൽ ആരാ? ജനമനസ്സറിയുന്ന ആള്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആള്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആള്. ഇതിനെല്ലാത്തിനും ഫിറ്റായിട്ടുള്ള ആളാരാണ്? സുരേഷ് ഗോപിജി തന്നെ. അല്ലാണ്ടാര്? എന്താ ചെയ്യുക? എല്ലാ കഴിവും കൂടി സുരേഷ് ഗോപിജിക്ക് കിട്ടിയേക്കുക. അതിനെ വാഴ്ത്തി പാടാനാണെങ്കിൽ ഒരു മേയറും. നിങ്ങൾ വിമതനാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ കോംറേഡ്സ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ആ കോംറേഡ്സിനോട് ഇങ്ങനെ വേണമായിരുന്നോ? അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് വർഗീസ് ഏട്ടൻ സുരേഷ് ഗോപിജിനെ കുറിച്ച് വാതോരാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരും കോർപ്പറേഷന് കാശ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഒക്കെ വാഗ്ദാനം മാത്രമായിരുന്നു. സുരേഷ് ഗോപിജി മാത്രം പറഞ്ഞ വാക്ക് പാലിച്ചു കൊടുത്തു. അദ്ദേഹം തന്നിട്ടുണ്ട്. മറ്റേ എനിക്ക് ഇവിടെ പലയിടത്തും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ അധ്യക്ഷൻ. ഞാൻ വന്നതിന് ശേഷം ഇന്നവരെ അങ്ങനെ ഒരു സബ്ജക്റ്റ് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടില്ല. ഇനി വീട്ടിൽ വല്ലവരും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടോ, കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ദി. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ ഇങ്ങനെയൊക്കെ പറയണത് എന്താണ്? 20 മണ്ഡലങ്ങളിലും BJP 3-ാം സ്ഥാനത്തായിരിക്കും, എല്ലാ മണ്ഡലങ്ങളിലും LDF തന്നെ ജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കോംറേഡ്സ് ഇത് എങ്ങനെ കേട്ടുകൊണ്ടിരിക്കും? ഫണ്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് 1 കോടി രൂപയാണ് അന്ന് വാഗ്ദാനം ചെയ്തത്. അത് നേരിട്ട് ഇവിടെ വന്നിട്ടാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ചെയ്തതാ. ഞാൻ നേരിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി എനിക്ക് 1 കോടി രൂപ തരും എന്ന് പറഞ്ഞു. തരാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് അത് വെരി ഗുഡ്, വലിയ കാര്യമല്ലേ. പൈസ തരുന്നതും നമ്മൾ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുമ്പോൾ ഇവിടുത്തെ സഹായത്തിന് വേണ്ടി ആര് തന്നാലും നമ്മൾ സ്വീകരിക്കേണ്ടത്. കാരണം എൻ്റെ നാട് നന്നാവണം, എൻ്റെ നാട് പുരോഗതിയിലേക്ക് പോകണമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. വാങ്ങിക്കും. കാശൊക്കെ ഇന്ന് വരും നാളെ പോകും. അത് വെച്ചിട്ട് സുരേഷ് ഗോപിജിന് ഇങ്ങനെ പൊക്കി പറഞ്ഞത് ശരിയല്ല കേട്ടോ. നമ്മുടെ പാർട്ടി അജണ്ടയിൽ അങ്ങനെ ഒരു പൊക്കി പറയൽ ഇല്ലാത്തതാണല്ലോ. വേണ്ടാത്ത കാര്യം പറയേ വേണ്ടാട്ടാ. ഇതിനുള്ള പണി പിന്നാലെ വരും. നോക്കിക്കോ. മിടുക്കനാണ്. നോക്കും മിടുക്കനാണെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിജിയുടെ സന്തോഷം കണ്ട. മിടുക്കനാണ്. വർഗീസിനെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ. ഞങ്ങളുടെ കോംറേഡ്സിനെ പറ്റി ഒരു നിമിഷം ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പില്ലാണ്ട് സുരേഷ് ഗോപിജിനെ പുള്ളി പൊക്കി പറയോ? വേണമെങ്കിൽ സ്തുതി പാടൽ നിർത്തിക്കോട്ടാ. ഇതിന്റെ അനന്തരഫലം അതിതീവ്രമായിരിക്കും. അപ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ MP ആവാൻ വേണ്ടി മത്സരിക്കുന്നു എന്നുള്ളത് വലിയൊരു സംഭവമല്ലേ തൃശ്ശൂരിലൊക്കെ? വലിയ കാര്യമാണ്. അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കാണ്. നിങ്ങളുടെ വർത്താനം കേട്ടിട്ട് നമ്മുടെ കോംറേഡ്സിന് നല്ല പേടിണ്ട് കേട്ടാ. വോട്ട് എങ്ങാനും അറിയോ? ഇങ്ങനൊക്കെ പറഞ്ഞാലും LDF-ന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വോട്ട് നമ്മുടെ സുനിൽകുമാർ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്ന്. ഞാൻ സ്വതന്ത്രനാണ്. അപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കും, സ്വതന്ത്രമായി പ്രവർത്തിക്കും. അതൊക്കെ സ്വതന്ത്രത്തിൽ നടക്കുള്ളൂ. ബോംബുകൾ പടക്കമാക്കി മാറ്റിയും ബോംബ് സ്ഫോടനം ജീവൻ രക്ഷാ പ്രവർത്തനമാക്കി മാറ്റിവെക്കാണ് കഷ്ടപ്പെട്ട് ഓരോ വോട്ട് സ്വരുക്കൂട്ടുന്നത്. അതിനിടയ്ക്ക് ഒരു LDF പിന്തുണയുള്ള മേയർ വന്ന് പറയാ സുരേഷ് ഗോപിജി പൊളിയാണ്, സൂപ്പറാണ്, മാരകാണെന്നൊക്കെ. ഇതിലും വലിയ ഗതികേട് ഞങ്ങളുടെ കോംറേഡ്സിന് വരാനുണ്ട്. നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? നിന്റെ ഇവിടുത്തെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തി തരാടാ. ഇന്നത്തോടെ ഞാൻ നിർത്തി തരാടാ.
ഇനിയാണ് ട്വിസ്റ്റ്. എന്ത് മാജിക്കാണ് നടന്നതെന്ന് അറിഞ്ഞൂടാ. LDFനെ വെട്ടിലാക്കിയ മേയർ MK വർഗീസ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നിലപാട് മാറ്റി. പിന്നെ മൊത്തം മലക്കം മറിച്ചു. സുരേഷ് ഗോപി പിന്തുണച്ചു മേയർ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം സുരേഷ് ഗോപിയെ പിന്തുണച്ചു എന്നല്ല. പിന്നെ അതിന്റെ അർത്ഥം എന്തുട്ടാണാവോ? സുരേഷ് ഗോപി MP സ്ഥാനത്തിന് ഫിറ്റാണ്, മിടുക്കനാണ്, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണ ആളാണെന്നൊക്കെ ഒരു മേയർ പറഞ്ഞാൽ അത് പിന്തുണയല്ലേ വർഗീസേട്ടാ? നിങ്ങൾ എന്താണ് പിന്നെ ഇങ്ങനെ പറയണത്? മറ്റുള്ളവരും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആരും മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 3 കാൻഡിഡേറ്റും മിടുക്കന്മാരാണ്, മനസ്സിലായോ? സുരേഷ് ഗോപി മാത്രമല്ല, മറ്റൊന്ന് മുരളീധരൻ മിടുക്കനാണ്, ഒപ്പം സുനിൽകുമാർ പഴയ മന്ത്രിയാണ്, എക്സ്ട്രാ ഓർഡിനറി മിടുക്കനാണ്. ഒക്കെ ശരിയാണ്. തിരുത്തി നിലപാട് തിരുത്തി. നേരത്തെ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി മാത്രമാണ് മിടുക്കൻ. ഇപ്പൊ ആ ലിസ്റ്റിൽ മുരളീധരനും VS സുനിൽകുമാറും വന്നല്ലോ. ഇതിനിടയിലുള്ള കുറച്ച് സമയത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. 3 പേരും ഫിറ്റാണ്. 3 പേരും അതിന് ഫിറ്റായിട്ടുള്ള ആൾക്കാരാണ്. ചേട്ടൻ പിന്നെ ഫീൽ ദ ഡിഫറൻസ്. നേരത്തെ സുരേഷ് ഗോപി MP സ്ഥാനത്തേക്ക് ഫിറ്റാണ്, ഇപ്പൊ 3 പേരും ഫിറ്റാണ്. എന്ത് പെട്ടെന്നാണല്ലേ ചിന്തകളും ആലോചനകളും മാറി മറിയണത്. എന്ത് എഫക്റ്റിലാണാവോ പെട്ടെന്നൊരു മാറ്റം? എന്ത് എഫക്റ്റിലായാലും ഇത്ര പെട്ടെന്ന് ഞങ്ങളുടെ സുരേഷ് ഗോപിജിയുടെ സ്ഥാനത്തേക്ക് ബാക്കിയുള്ളവരും കൂടി കൊണ്ടുവരണ്ടായിരുന്നു കേട്ടോ. സുരേഷ് ഗോപിജിനെ മാത്രം പൊക്കി പറഞ്ഞപ്പോൾ പുള്ളി എന്തൊരു ഹാപ്പി ആയതായിരുന്നു. മൂപ്പര് പടി ഇറങ്ങി പോയതും നിങ്ങൾ മാറ്റി പറഞ്ഞില്ലേ? കഷ്ടമുണ്ട് കേട്ടോ. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല. ഇടത് മുന്നണിയുടെ മേയറായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. ഇടത് മുന്നണിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഇടത് മുന്നണിയുടെ മേയർ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ബട്ട് എൻ്റെ സ്വന്തമായിട്ടുള്ള അവകാശം അതെന്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ടല്ലേ ചെയ്യാം. ഇടതുമുന്നണിയുടെ മേയറായിട്ടല്ല നിൽക്കണത്. ഇടതുമുന്നണിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിനെ ആണോ സപ്പോർട്ട് ചെയ്യണതെന്ന് പറയാൻ പറ്റൂല. നിങ്ങളിത് എന്തിട്ടാണ് ഇഷ്ടം പറയണത്? നിങ്ങളെ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ഒരു ഇടപെടൽ കൂടി വേണ്ടി വരും, അല്ല ഒരു ട്വിസ്റ്റും കൂടി വേണ്ടി വരുന്നു. ഈ പറയുന്ന പോലെ തന്നെ ഇടതുപക്ഷമാണ്, ഇടതുപക്ഷത്തിൻ്റെ കൂടെ തന്നെയാണ്, ഇടതുപക്ഷത്തിൻ്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നതിനാണ് എൻ്റെ ധാരണ. അതിനകത്ത് അവർക്ക് ഹിതമല്ലാത്തതും അവർക്ക് ദോഷകരമായിട്ടുള്ള യാതൊന്നും തന്നെ ഇന്ന് വരെ ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല. അത് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അതെ, ഇടതുമുന്നണിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഇവിടെ മേയർ ചെയ്തോ? സുരേഷ് ഗോപിജിനെ പൊക്കി പറഞ്ഞാല്, പുള്ളി ചെയ്ത നല്ല പ്രവർത്തികളെ കുറിച്ച് പറഞ്ഞാല് എന്തുട്ടാ കുഴപ്പം? മറ്റുള്ള സ്ഥാനാർത്ഥികളെയോ സുനിൽ കുമാറിനെയോ പറയാണ്ട് സുരേഷ് ഗോപിജിനെ മാത്രം പറഞ്ഞില്ലേ മിടുക്കൻ, സുരേഷ് ഗോപി MP സ്ഥാനത്തേക്ക് ഫിറ്റാണെന്നൊക്കെ പറഞ്ഞുള്ളൂ. അത് ഇത്രയ്ക്ക് വലിയ തെറ്റാണോ? ഞാൻ ഫിറ്റാണെന്ന് സുരേഷ് ഗോപി ഫിറ്റാണോന്ന് എല്ലാവരോട് ചോദിച്ചത്. MP ഫിറ്റാണോന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. സുരേഷ് ഗോപി ഫിറ്റാണോ? 100% അയാൾ ശാരീരികമായിട്ട് അയാൾ ഫിറ്റല്ലേ? അയാൾ സിനിമ നടനല്ലേ? അയാൾ ഫിറ്റല്ലേ? അയാൾക്ക് എന്തുകൊണ്ട് മത്സരിക്കാൻ അയാൾക്ക് യോഗ്യതയില്ലേ? വർഗീസേട്ടൻ്റെ ഒരു കണ്ടുപിടുത്തം കേട്ടില്ലേ? ഫിറ്റ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഫിറ്റില്ലേ? സുരേഷ് ഗോപിജിയുടെ ബോഡിയൊക്കെ ഒന്ന് നോക്കി, പുള്ളി ഫിസിക്കലി ഫിറ്റല്ലേ? അതാ വർഗീസേട്ടൻ ഉദ്ദേശിച്ചത്. ഓക്കെ, മീൻസ് ആൾ ഫിറ്റാണ്, നോ പ്രോബ്ലം. MP-ക്ക് ആൾ ഫിറ്റാണ്. ഇത് വീണ്ടും ഓർമ്മിപ്പിക്കരുത്. ഞങ്ങളുടെ വർഗീസേട്ടന് ഇതൊന്നും ഓർമ്മയില്ല. ലേലു. എല്ലാവരും ഞങ്ങളുടെ വർഗീസേട്ടനോട് ക്ഷമിക്കണം. സുരേഷ് ഗോപിനെ പിന്തുണച്ചതാണോ അതോ അത് പ്രത്യേകതരം ഒരു ആതിഥ്യ മര്യാദയാണോ എന്ന് ഇവിടെ മേയർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ആർക്കും മനസ്സിലാവാത്ത മറ്റൊരു സത്യമുണ്ട്. സുരേഷ് ഗോപി MP സ്ഥാനത്തിന് ഫിറ്റാണെന്ന് പറഞ്ഞത് പുള്ളി ഉദ്ദേശിച്ചത് ശരീരം കൊണ്ടുള്ള ഫിറ്റാണെന്ന് മാറ്റി പറഞ്ഞ ആ ഒരു തത്വം, അതിൻ്റെ അർത്ഥം എന്തുട്ടാണാവോ? വാട്ട് എ ബോംബ് ബ്ലാസ്റ്റിക് ചിന്ത. എന്തായാലും ആ പറഞ്ഞതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് നമ്മുടെ മേയറുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുകയാണ്. പലരും പലപ്പോഴും പറയണ ഒരു കാര്യമുണ്ട്, സമരം എന്നൊക്കെ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ സമരം. ആ സമരത്തിനല്ലേ ഒരു പവർ ഉള്ളത്. ആ ഇടതുപക്ഷ സർക്കാർ ഭരിക്കണ ഇവിടെ പല സമരങ്ങളും കാണാതെ പോകുന്നുണ്ട്. CPO റാങ്ക് ഹോൾഡേഴ്സ് മാസങ്ങളായി ചെയ്ത സമരം ഇവരാരും മൈൻഡ് ആക്കാത്തത് കൊണ്ട് ആ സമരം ഇപ്പോൾ വിഫലമായിരിക്കുകയാണ്. മാസങ്ങളായി CPO റാങ്ക് ജേതാക്കൾ സമരത്തിലാണ്. 13,975 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. അതിലാകെ ഇതുവരെ നിയമനം ലഭിച്ചത് 4,436 പേർക്ക് മാത്രം. ഇന്ന് തീരുമാനം ഉണ്ടാവും, നാളെ തീരുമാനം ഉണ്ടാവും എന്ന് കരുതി കാത്തിരുന്നിട്ടും ഒരു തീരുമാനം കാണാണ്ടായപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ സമരമായിട്ട് രംഗത്തിറങ്ങി.
റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും 68% പേർക്കാണ് നിയമന ശുപാർശ കിട്ടാണ്ടിരുന്നത്. നിങ്ങൾ ചെയ്തത് തെറ്റാണ് പിള്ളേരെ. വല്ല പിൻവാതിൽ നിയമനം അങ്ങനെ ആയിരുന്നെങ്കിലും നോക്കായിരുന്നു. ഇതിപ്പോ എന്തുട്ടാ കുത്തിരുന്ന് പഠിച്ച് PSCക്ക് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറിയില്ലേ? സോറി, അങ്ങനത്തെ കാര്യത്തിൽ നമ്മുടെ സർക്കാരിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല. നിങ്ങൾ എത്ര സമരം ചെയ്താലും അവരുടെ ആരുടെയും കണ്ണ് തുറക്കാനും പോലില്ല. പുല്ല് തിന്ന് സമരം നടത്തി, മുട്ടിലെഴഞ്ഞ് സമരം നടത്തി, തലമുണ്ടനം ചെയ്ത് സമരം നടത്തി. എന്നിട്ടും സർക്കാരും PSCയും ഒന്നും കാണുന്നില്ല, കേൾക്കുന്നുമില്ല. ഹിറ്റ്ലറിനെ പോലെയാണ് ഇവിടുത്തെ PSCയും ഇവിടുത്തെ ഗവൺമെന്റും നമുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ ഫാൻസി ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാൻസി ഡ്രസ്സിന് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരല്ല. നമ്മളിവിടെ പല പല ഫാൻസി ഡ്രസ്സ് ഈ 10 ദിവസത്തിനകത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഉരുളുന്നുണ്ട്, ഇഴയുന്നുണ്ട്, മുട്ടിലിഴയുന്നുണ്ട്, തലകുത്തി നിൽക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് എന്താണ് സർക്കാരും PSCയും കണ്ണു തുറക്കാത്തത്? പിന്നെ പഠിച്ച് മിടുക്കരായി റാങ്ക് ലിസ്റ്റിൽ കയറിയ പിള്ളേർക്ക് നിയമനം ഉറപ്പാക്കലല്ലേ സർക്കാരിന്റെ പണി. ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ബോംബ് പൊട്ടുന്നു, ആള് മരിക്കുന്നു, അതിനിടയിൽ വേറെ കുറെ വിവാദം ഉണ്ടാവുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെ നേരം കിട്ടുന്നില്ല. പിന്നല്ലേ വെയിലും മഴയും കൊണ്ടുള്ള പിള്ളേരുടെ സമരത്തിന് പരിഹാരം കാണില്ല. റാങ്ക് ജേതാക്കൾ നിരാഹാര സമരം നടത്തി, പ്രതീകാത്മക ശവസംസ്കാരം നടത്തി, അവസാനം ഉന്തും തൊള്ളി പ്രതിഷേധം വരെ ഉണ്ടായി. എന്നിട്ട് ആര് കാണാൻ, ആര് കേൾക്കാൻ? മുഖ്യമന്ത്രിയുടെ മൂക്കിന്റെ തുമ്പത്ത് അവർ മാസങ്ങളോളം വെറൈറ്റി സമരം നടത്തിയിട്ടും സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്ത് ആ ഭാഗത്തുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അന്ധനും ബധിരനും മൂകനുമാകും. സമരത്തിനിടയ്ക്ക് 2 ഉദ്യോഗാർത്ഥികൾ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി ഉദ്യോഗാർത്ഥികളായിട്ട് ചർച്ച നടത്തി. ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും സർക്കാരാണ് അതിൽ തീരുമാനം എടുക്കേണ്ടതെന്നായിരുന്നു അന്ന് പോലീസ് മേധാവി മറുപടി പറഞ്ഞത്. പിന്നെ ഈ ചീള് കേസിലൊക്കെ തീരുമാനം എടുക്കലല്ലേ സർക്കാരിന്റെ പണി. നമ്മൾ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ 5 വർഷം കൊണ്ട് കാത്തിരിക്കുന്ന ലിസ്റ്റാണ്. 2019 തുടങ്ങിയ പ്രയത്നമാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നത്. 19 പഠിച്ചു തുടങ്ങി, 20 കോവിഡ് വന്നു, അങ്ങനെ 21 പ്രിലിംസ് തുടങ്ങി, 22 മെയിൻസ്, അതേ ഫിസിക്കല്, അങ്ങനെ റിസൾട്ട് വന്നു. വീണ്ടും 1 വർഷം റിസൾട്ടിന് കാത്തിരുന്നു. കുട്ടികളെ, മൈക്കൊച്ചുണ്ടാക്കിയാൽ അതിനെതിരെ കേസെടുക്കുന്നത് മുതൽ അങ്ങോട്ട് വളരെ ഗൗരവമേറിയ ഒത്തിരി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് അറിഞ്ഞൂടെ? ആ തിരക്കിനിടയ്ക്ക് നിങ്ങളെ പോലുള്ള ഉദ്യോഗാർത്ഥികളുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ലെന്നേ. അതുകൊണ്ടാ ഗവൺമെൻറ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, PSC അത് അംഗീകരിക്കും. എന്തുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റ് അതിൻ്റെ കാലാവധി നീട്ടാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല? ഈ സർക്കാരിൻ്റെ മുമ്പിൽ അനീതിയെക്കുറിച്ചോ ഈ സർക്കാരിൻ്റെ മുമ്പിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെക്കുറിച്ചോ പറഞ്ഞാൽ ഒരനക്കവും ഇവരുടെ ആരുടെയും മനസ്സിലുണ്ടാവുകയില്ല. സോറി, അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സർക്കാരിന് നേരില്ല. ഇവർക്കൊന്നും നിയമനം കൊടുക്കാത്തത് എന്താണെന്നോ റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടാത്തത് എന്താണെന്നോ ചോദിക്കരുത്. ചോദിച്ചാൽ ചോദ്യങ്ങളൊക്കെ വേസ്റ്റായി പോകും. കാരണം മറുപടി കിട്ടൂല. അത് തന്നെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കണ ഇന്നും ഉദ്യോഗാർത്ഥികൾ പെരുമഴയത്തും സമരം നടത്തി. ഇത്രയും സമരങ്ങൾ നടത്തിയിട്ടും സർക്കാരും PSC അതൊന്നും കാണാത്തത് എന്തൊരു മഹാത്ഭുതമാണല്ലേ. സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് PSC കൈയൊഴിഞ്ഞിരുന്നു. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും ഇതൊന്നും കണ്ടില്ല. പഠിച്ച് ജോലി വാങ്ങാൻ ശ്രമിച്ച ആ ക്രാങ്ങളുടെ 4-5 വർഷം പോയത് മാത്രം മിച്ചം. അപ്പൊ എങ്ങനെയാ CMA കാര്യങ്ങള്? ഫയൽ ജീവിതങ്ങളെക്കുറിച്ച് ഇമോഷണൽ ഡയലോഗുകൾ പറയാൻ ഇനിയും ഇതുവഴി വരില്ലേ? പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ DYFI നേതാക്കൾ നടത്തിയത് രക്ഷാപ്രവർത്തനമെന്ന തിയറിക്ക് ശേഷം അടുത്തതായി ഗോവിന്ദൻ മാഷ് അവതരിപ്പിക്കുന്നു, INTUC നേതാവിന്റെ കൊലപാതകം ദേശീയ വിഷയമൊന്നുമല്ലല്ലോ.
INTUC പ്രവർത്തകനായിരുന്ന കായംകുളത്തെ സത്യനെ കൊലപ്പെടുത്തിയത് പാർട്ടി ആലോചിച്ചെന്ന് CPM നേതാവ് കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ബിപിൻ സി ബാബു ഗോവിന്ദ മാഷിന് നൽകിയ കത്തിലാണ് ആ കാര്യമുള്ളത്. ആ വിഷയത്തിൽ ഗോവിന്ദ മാഷിന് എന്തിട്ടാ പറയാനുള്ളതെന്ന് നോക്കാം. ഒരു മനുഷ്യനെ കൊലപ്പെടുത്തി, അത് പാർട്ടി ആലോചിച്ചിട്ടാണെന്ന് ഒരു ആരോപണം വന്നു. അപ്പൊ പറയാ അതത്ര ദേശീയ വിഷയമൊന്നല്ലല്ലോ, അത് പിന്നെ കൊലപാതകവും സ്ഫോടനങ്ങളൊന്നും നമ്മുടെ കോമ്രേഡ്സിന് അത്ര സീരിയസ് ആയിട്ടുള്ള വിഷയമല്ലെന്നേ നിരപരാധിയായോ തന്നെ കേസിൽ പ്രതിയാക്കി എന്ന് പറഞ്ഞ ബിപിൻ സി ബാബു കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. 19-ാം വയസ്സിൽ 65 ദിവസം ജയിലിൽ കഴിയുകയും ചെയ്തു. ഇതൊക്കെ പാർട്ടി കാരണമാണെന്നാണ് പറയണത്. വെറുതെ ആടി ഓടി നടക്കുന്ന ഏതെങ്കിലും ഒരു ആളെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറെ വാർത്തയാക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗത്തുള്ള CPM നേതാവ് എങ്ങനെയാ മാഷെ അവിടെ ഇവിടെ നടക്കുന്ന ആളായത്? നിങ്ങൾക്ക് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയാൻ പോലും മാഷിനെ കൊണ്ട് പറ്റില്ല. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ പോകുന്നു. അവിടെ ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളും അതിലെ വെളിപ്പെടുത്തലും വാർത്തയാക്കുന്നതാണോ നിങ്ങളുടെ പണിയെന്ന് പറഞ്ഞ് ഒരു ലോഡ് പുച്ഛം വാരിയെറിഞ്ഞ് അങ്ങനെ ആ മനുഷ്യൻ അടുത്ത ജീവൻ രക്ഷാ പ്രവർത്തനത്തിനായി പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹോ, എണ്ണമരം തന്നെ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം. നന്ദി, നമസ്കാരം.